ഈദ് മുബാറക്. അങ്ങനെ രാവിലെ എണീറ്റ് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതാന്ന് വിചാരിച്ചു. രാവിലെ ഓതേണ്ട 2 സൂറത്താണ് മുസമ്മിലും യാസീനും. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴക്കോളുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ മഴക്കോളൊന്നും കാണുന്നില്ല, പക്ഷെ ശരിക്ക് അത്യാവശ്യം മഴക്കോളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മാനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറി. ഇതിൻ്റെ കൂട്ടത്തിൽ ചായ ഉണ്ട് ഗൈസ്. സോ നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കുന്നതിനിടയിൽ വർത്തമാനങ്ങളായിരുന്നു അതൊക്കെ. അപ്പം ചുറ്റും എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കിളി നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ചിറക് പൊടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഉമ്മ അടുത്തുള്ളിൽ കയറ്റി അങ്ങനെ ഇപ്പം അതിന് ഫുഡും വെള്ളമൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ വീണ്ടും വെറുതെ പുറത്തൊക്കെ ഇറങ്ങി ആകാശം പിടിക്കാൻ. ആകാശത്ത് പിന്നെയും മഴക്കോളം തന്നെയായിരുന്നു. മഴ പക്ഷെ പെയ്യുന്നില്ല, പക്ഷെ നല്ല മഴക്കോളുണ്ടായിരുന്നു. പൂച്ച സാറന്മാരെല്ലാവരും ഉണ്ട്. ഇവന്മാരുണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. ബാക്കിൽ വേറെ ഒരാളും കൂടെ ഉണ്ട്, കണ്ണ് മാത്രമേ പക്ഷേ കാണുന്നുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ അപ്പുറമുള്ള ഓട്ടെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആകുന്ന ചോദിച്ചു, കാരണം നിസ്കരിക്കണമല്ലോ. അതിന് മുന്നേ തന്നെ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇച്ചിരി പായസം വെക്കാനുള്ളത്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളതുമ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റാക്കി വെച്ചു. പായസം ഫുള്ളല്ല, ജസ്റ്റ് പാലും പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ച്. അങ്ങനെ പാലും തിളപ്പിച്ചു, ഇതും വേവിച്ചു. ഇതാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഫ്രഷായി വരാം. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല രസമല്ലേ കാണാൻ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നുവിൻ്റെ അതിന് മുന്നേ തന്നെ ഞാൻ കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് ഇന്നുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇന്നെ ജസ്റ്റ് കുളിപ്പിച്ച് അതിനെ റെഡിയാക്കി. ഇന്നൊരു ഫസ്റ്റ് വലിയ പെരുന്നാളാണ്. സോ ഇന്നൊരു ഫുള്ള് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ബിരിയാണി. കുഞ്ഞരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 7 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഷെയർ ചെയ്തുതരാം. മസാല ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊഞ്ച് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നെയ്യിലിട്ടതൊന്ന് ജസ്റ്റ് വാട്ടുന്നുണ്ട്. അതിൻ്റെ ഷോ ആണ് കാണുന്നത്. കൊഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൊഞ്ചിൻ്റെ കുറച്ചിട്ട് തിളപ്പിച്ചു. അപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, അതൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം ആവിയൊക്കെ വെച്ച് വേഗമാണ് റെഡിയാകുന്നത്. പിന്നെ കുറച്ച് അരിയും കൂടെ നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് പ്രിപ്പറേഷൻ എടുത്തു. ക്ഷമയില്ല. ഇരട്ടി വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. പക്ഷേ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ കറക്റ്റ് വരുമായിരിക്കും. അത് അത്രയും തന്നെ എടുക്കുകയും വേണം. ശിക്ഷണത്തിൽ
അങ്ങനെ ചോറെല്ലാം വെന്തു. അടുത്തത് ദമ്മിടാം. ആദ്യം കുറച്ച് ചോറ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് വറുത്ത ഉള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് മസാലപ്പൊടി, മസാല. ഇങ്ങനെ അഗെയിൻ ഇത് തന്നെ തീരുന്നത് വരെ നമ്മൾ ചെയ്തിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കൊഞ്ച് ബിരിയാണി നമ്മൾ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ആക്ച്വലി ഇതറിയാതെ ചെയ്യുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തത്. എനിക്കിതൊരു ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ബട്ട് ഇങ്ങനെ പറഞ്ഞത് ചെയ്യുമ്പോൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വെറുതെ ഒരു ഫൈനൽ ടച്ച് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മസാലേൻ്റെ ഫൈനൽ ടച്ച് ഞാനാ നോക്കുന്നത് കൊണ്ടൊരു പെർഫെക്റ്റ് അല്ല. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഇന്നുകുട്ടിയാണെങ്കിൽ അപ്പുറത്തും നല്ല കളിയായിരുന്നു. ഇത് നമ്മൾ ദമ്മൊക്കെ വെച്ചു. പറയാം, അത് നമ്മുടെ ബിരിയാണി, അതിനെ കൂടുതൽ നമ്മുടെ ടേസ്റ്റി പായസം. ഇതിൻ്റെ ഒന്നിനെ ടേസ്റ്റ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പനിയാണ്, ടേസ്റ്റ് അറിയുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ ഇതിനെ റെഡിയാക്കി, ഞാനും റെഡിയായി വീട്ടിലൊക്കെ പോകാൻ. ഇതിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്, ഈദ് മുബാറക്.